ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 215 മരണങ്ങളാണ്. 98 പുരുഷന്മാരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്ത്രീകൾ 87 പേർ മരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 30 കുട്ടികളും മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം 148 കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ എണ്ണം 143. പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങളുടെ എണ്ണം 212. പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരഭാഗങ്ങളുടെ എണ്ണം 140. ജില്ലാ ഭരണകൂടത്തിന് 62 മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ട്. 87 ശരീരഭാഗങ്ങളും ജില്ലാ ഭരണകൂടത്തിന് നടപടികൾ പൂർത്തിയാക്കി കൈമാറിയിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ബന്ധുക്കൾക്ക് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം 29. ആകെ ബന്ധുക്കൾക്ക് 119 മൃതദേഹങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ദുരന്ത പ്രദേശത്തു നിന്ന് ആശുപത്രികളിൽ എത്തിച്ചവരുടെ എണ്ണം 504. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ 82 പേർ ചികിത്സയിൽ കഴിയുന്നു എന്നതാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കിനി പറയാനുള്ളത്. 205 പേർ ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകും. കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. സുജു ടി ബാബു നമ്മളോടൊപ്പം ചേരുകയാണ് ചൂരൽമലയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി. സുജു, തെരച്ചിൽ എല്ലായിടങ്ങളിലും 6 സോണുകളായി തിരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ കാലാവസ്ഥ കുറെ കൂടി അനുകൂലമായതുകൊണ്ട് തന്നെ തെരച്ചിലിന് വേഗമുണ്ട്. കൂടുതൽ ഗതിവേഗം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതുണ്ടായിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും കാലാവസ്ഥ വില്ലനായി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, ഇപ്പോൾ നമ്മൾ ചൂരൽമലയിലാണ്. ഞാൻ ഇതിൽ നിൽക്കുന്ന സ്ഥലം നമ്മൾ ആദ്യ ദിവസം ഏറ്റവും അധികം ദൃശ്യങ്ങൾ നൽകിയ ഒരു സ്ഥലമാണ്. അതായത് ഈ ബെയിലി പാലം നിർമ്മാണം നടത്തിയ ആ സ്ഥലത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് വലിയ വെള്ളത്തിൻ്റെ ഒഴുക്കായിരുന്നു ആ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾക്ക് വെള്ളം അല്പം ഒന്ന് മാറിയപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കും. ഈ ചെറിയ ഒരു പുഴയുടെ സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയ വലിയ പാറക്കഷ്ണം, അതായത് വലിയ പാറക്കൂന, നമുക്ക് ഒരാൾ ഞാനിതുകൊണ്ട് 5.5 അടിയാണെങ്കിൽ ഈ കുടയുടെ വെച്ച് കഴിഞ്ഞാൽ പോലും എത്താത്ത തരത്തിലുള്ള വലിയ പാറക്കഷ്ണമാണ് ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്കും ഈ പുഴയുടെ ത്തേക്കും ഒലിച്ചെത്തിയത്. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. അത്ര വലിയ ഒരു അപകടം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മന്ന് തന്നെ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട മരണസംഖ്യ പറഞ്ഞിരുന്നു. 300-ലധികം ആളുകൾ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. 189-ലധികം ആളുകളെ 189-ലധികം ആളുകളെ കാണാനില്ല എന്നുമാണ് ഇപ്പോൾ കരുതുന്നത്. അത്രയധികം വലിയ ഒരു ദുരിതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മഴ അല്പം ചെറിയ രീതിയിൽ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് മഴയൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ, കാര്യമായ മഴ പെയ്തില്ല എങ്കിൽ ഈ സ്ഥലത്ത് ഇന്ന് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് ഈ രാവിലെ തന്നെയും ഇവിടെ നിന്ന് ഈ ചൂരൽമലയിൽ നിന്ന് ഒരു മൃതദേഹം കൂടെ കണ്ടെടുത്തിരുന്നു. ഇപ്പോഴും ആളുകളെ വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ചില പ്രതീക്ഷയുടെ നാമ്പുകൾ ലഭിച്ചിരുന്നു, ജീവനോടെ ലഭിക്കുമോ എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും നടത്തുന്ന ശ്രമം ആരെങ്കിലും ഇനിയും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെയും കൂടി രക്ഷപ്പെടുത്തണം എന്ന് തന്നെ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുന്നത്. അതിന് ശാസ്ത്രീയ മാർഗങ്ങൾ, റഡാർ പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തുന്നുണ്ട്. അതിനായി ഈ സന്നദ്ധ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, സൈന്യം, NDRF എല്ലാം സംയുക്തമായി നടത്തുന്ന ഒരു തെരച്ചിൽ കേന്ദ്രം കൂടിയാണ്. നമ്മളിപ്പം ഈ ദൃശ്യങ്ങളിലേക്ക് തിരികെ എത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ സ്കൂള് ഈ ചുരൽമഴ ഈ പാലത്തിനോട് ഇപ്പോൾ ബേലി പാലം നിർമ്മിച്ച ആ താൽക്കാലിക പാലത്തിൻ്റെ സമീപത്തുള്ള സ്കൂളിൻ്റെ മുമ്പിൽ തിരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ, NDRF സംഘവും സന്നദ്ധ പ്രവർത്തകരുടെയും ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഇതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം ആ ദൃശ്യങ്ങൾ തന്നെ പകർന്നു നൽകുന്നുണ്ട്. കാരണം ആ സ്കൂളിൽ ഒരുപക്ഷെ 100 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന സ്കൂളായിരിക്കാം. ഏതാണ്ട് അതിൻ്റെ മുൻഭാഗം, അതിൻ്റെ കുട്ടികൾ കളിച്ച് ഉല്ലസിച്ച ഗ്രൗണ്ട് അതിപ്പോൾ ഇന്നില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ നിർമ്മാണ സൈറ്റ് പോലെ തോന്നിക്കുന്ന വിധമാണ് ഇവിടെ. അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഒരു പ്രായമുള്ള ഒരാൾ എത്തിയിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഏതാണ്ട് 7 ആളുകളെ കാണാനില്ല, 2 ആളുകളുടെ മൃതദേഹം കണ്ടെടുത്തു. അങ്ങനെ അവർക്ക് അവരുടെ സർവ്വതും നഷ്ടമാകുന്നൊരു സാഹചര്യം. തൊട്ടടുത്ത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ക്ഷേത്രം അങ്ങനെ ദൃശ്യമല്ല, കാരണം അത് ഒലിച്ചുപോയി. പകരം ആൽത്തറ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെ ഈ ദുരന്തം ചിലത് മാത്രമേ അവശേഷിപ്പിച്ചിട്ടുള്ളൂ എന്നതാണ്. ഇപ്പം ഈ ബേലി പാലത്തിനടിയിൽ സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന തെരച്ചിലിനായി എത്തിയ വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരുടെ സംഘത്തെയാണ് ഇന്ന് രാവിലെ ഫയർഫോഴ്സിൻ്റെ സംഘം മുകളിലേക്ക് കയറിപ്പോയപ്പോൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അതിനകത്ത് സിവിൽ ഡിഫൻസ് ടീമുണ്ട്. സിവിൽ ഡിഫൻസ് ടീമിൽ
5ലധികം വനിതകളുമുണ്ട്. അപ്പോൾ അവരും പറയുന്നുണ്ട് സ്ത്രീകൾക്കും ഈ രക്ഷാപ്രവർത്തന സമയത്ത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളും ഊർജിതമായി ഇതിനോടൊപ്പം ഉണ്ടാകും. ഇത് എന്നാണോ ദൗത്യം അവസാനിപ്പിക്കുന്നത് അതുവരെ തുടരാനാണ് തങ്ങളും ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ പുഴയിലേക്ക് വരുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ആ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് വിശ്വസിക്കുന്നു. ആ പുഴയുടെ ആ ശക്തിയോടുള്ള ഒഴുക്ക് ഇപ്പോഴും തുടരുന്നു ഉണ്ടെന്നാണ്. അതായത് അതിൻ്റെ കരുതുള്ളി ഒഴുക്ക് ഇപ്പോഴും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്രയധികം ശക്തിയോടുകൂടി ഈ നിൽക്കുന്ന ബേലിപ്പാല നിർമ്മാണത്തിന് മുമ്പ് നമുക്കറിയാം ആദ്യ ദിവസങ്ങളിൽ നമ്മളെല്ലാം ആശങ്കയുടെ മുന്നിൽ നിർത്തിയ ദൃശ്യങ്ങൾ ഈ സ്ഥലത്തായിരുന്നു. വലിയ വെള്ളം, അതായത് ഏതോ ഒരു നദി, വലിയ നദി പോലെ തോന്നിക്കും വിധം ഉള്ള ഒരു സാഹചര്യവും ദൃശ്യവുമാണ് നമ്മൾ അന്ന് കണ്ടത്. ഇന്നിപ്പോഴിതാ അല്പം ശാന്തമായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു കാലാവസ്ഥ അനുകൂലമായാലും മനസ്സ് ശാന്തമാകണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. കാരണം 300-ലധികം ആളുകൾ മരണപ്പെടുക ഒരു പ്രദേശത്തുള്ള ചെറിയ ഒരു പ്രദേശത്താണ് ഇത്രയും വലിയ ദുരിതം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം, രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടുന്നവരും അവർ നൽകുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ ഏറ്റവും ഒടുവിൽ വരെ ഇതിനെ എപ്പോഴാണ് നിർത്തേണ്ട ആ ഘട്ടം വരെയും തുടരുമെന്ന്. അതാണ് ഇന്നലെ നൽകിയ ഒരു സന്ദേശം. ഒരുപക്ഷെ ചെറിയ നിരാശകൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കാണും. ഒരു മനുഷ്യജീവനുണ്ടെന്ന് കരുതുകയും അവിടെ തെരച്ചിൽ നടത്തുകയും ഒടുവിൽ യൂനുസിൻ്റെ വീട്ടിൽ നിന്ന് ആരെയും കണ്ടെത്താൻ ജീവനോടെ സാധിച്ചില്ല. പക്ഷേ അവിടെ നൽകുന്നൊരു സന്ദേശം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം ഒരാളുടെ ജീവൻ്റെ തുടിപ്പുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിഗ്നൽ, റഡാർ സിഗ്നൽ ലഭിക്കുമ്പോൾ അതിനുവേണ്ടി ഒരു മനസ്സോടെ സൈന്യം, NDRF, സന്നദ്ധ പ്രവർത്തകർ അവർ മുഖ്യമന്ത്രിയുടെ സന്ദേശം വരുന്നു, മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ കാര്യമായ വെളിച്ച സംവിധാനങ്ങളില്ല, അതൊന്നും കാത്തു നിൽക്കാതെ ആ കെട്ടിടത്തിൻ്റെ ഷട്ടർ ഉയർത്തി അതിൻ്റെ അകത്ത് ഉള്ളിൽ കയറി, അത് എയർ പോക്കറ്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ളിടത്ത് കയറി പരിശോധന നടത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം, തിരച്ചിലുകൾ തുടരുന്നത്. തങ്ങളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇന്നലെ ആ മുണ്ടക്കയം ഹിൽ ടോപ്പിൽ ആ പാലത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു കലിങ്ങുണ്ട്. കലിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ഇറങ്ങി, ഡിവൈഎഫ്ഐ മാത്രമല്ല മറ്റ് സന്നദ്ധ പ്രവർത്തകരോട് ഉള്ളിലേക്ക് ഇറങ്ങി നടത്തുന്ന പരിശോധന, അത് വളരെ ഒരു അപകടം പിടിച്ച ഒരു പരിശോധന തന്നെയാണ്. എന്നിട്ടും അവരെല്ലാം തന്നെ അത് ചെയ്യുന്നത് ഈ രക്ഷാദൗത്യത്തിന്, ഈ രക്ഷാപ്രവർത്തനത്തിന് നാടൊന്നിക്കുന്നു എന്ന വലിയ സന്ദേശമാണ്. ഇത് പറയുമ്പോഴും അല്പസമയം മുമ്പ് മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞ കാര്യമുണ്ട്, ഇതൊരു ടൂറിസം മേഖലയായിട്ട് കരുതേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ നിൽക്കുന്ന ചൂരൽമലയിൽ അങ്ങനെ പുറത്തുനിന്ന് അധികം ആളുകൾ എത്തിയിട്ടില്ല എന്നതും ഒരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ എന്തായാലും ഈ രക്ഷാദൗത്യത്തിന് 8 സെക്ടറുകളായി തിരിഞ്ഞ് നടത്തുന്ന തിരച്ചിൽ, അത് രാവിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തു. ഓരോ സ്ഥലത്തും ഏതാണ്ട് 40-ലധികം വരുന്ന ഉദ്യോഗസ്ഥരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അടങ്ങിയ സംഘമാണ് ഈ രക്ഷാദൗത്യം നടത്തുന്നത്. ഇവിടെ വളരെ വ്യക്തമാക്കി പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ചൂരൽമല നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തു കൂടിയാണ് ഈ രക്ഷാദൗത്യത്തിനായി പോകുന്ന മുണ്ടക്കയം ഭാഗത്തേക്ക് ആളുകൾ പോകുന്നത്. ഇവിടെ എല്ലായിടത്തും തന്നെ ആദ്യം ആരംഭിക്കുന്നിടത്ത് ഒരു ചെക്ക് പോസ്റ്റ് പോലെ 2 ബാരിക്കേഡ് നിർമ്മിച്ചു, താൽക്കാലിക ബാരിക്കേഡുണ്ട്. അതിനുശേഷം ഈ സന്നദ്ധ പ്രവർത്തകരെ കൃത്യമായി അവരുടെ പേര്, വിവരങ്ങളുടെ അഡ്രസ്സ്, എണ്ണം എല്ലാം ചോദിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിയ ശേഷമാണ് ഈ സന്നദ്ധ പ്രവർത്തകരെയും സുരക്ഷാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഗമായി പ്രവർത്തിക്കുന്ന വിവിധ സേനാഭാഗങ്ങളെ ഈ മുണ്ടക്കയം ഭാഗത്തേക്ക് കയറ്റിവിടുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഈ തിരച്ചിൽ നടത്തുന്ന ആളുകളുടെ ജീവനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വൈകിട്ട് ഈ മുകളിലേക്ക് കയറിപ്പോയ ആളുകൾ തിരികെ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് പോലീസ് സംവിധാനം കൃത്യമായി ഉറപ്പുവരുത്തുന്നുണ്ട്.